മനസ്സും നിറയും കണ്ണും നിറയും. നല്ലൊരു മൂവി. ഇന്ദ്രൻ സാറും അതുപോലെ ആ ഒരു കോംബോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർഷ ചെയ്തിട്ടുണ്ട്. വർഷനെ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു അത്രയും ഭയങ്കര പ്രൗഡായിട്ടാണ് പോയിരുന്ന് കണ്ടേ. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വാരണാസി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനൊരു മൂവിയിലും കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രെയിംസും കാര്യങ്ങളെല്ലാം. ഭയങ്കര കുറച്ച് നാളുകളായി ഫീൽ ഗുഡ് പടം കണ്ട് മനസ്സും കണ്ണും നിറഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങി വരുന്നത് ഇപ്പൊ അധികം കാണുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. മനസ്സും കണ്ണും നിറഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുന്നത് അങ്ങനെ ഒരു അവിടെ രണ്ട് പോർഷൻ ഉണ്ട്. ആ രണ്ട് പോർഷനിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണൽ ആവും. അതിലൊരു സ്ഥലത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പുറത്തിരിക്കുന്ന ബോയ്സ് എല്ലാവരുടെ കണ്ണീന്ന് വെള്ളം വരുമായിരുന്നു. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതൊക്കെ എനിക്ക് വർഷയുടെ കഴിവാണ്. ഓഫ് കോഴ്സ് വിഷ്ണു എന്ന് പറഞ്ഞ ആക്ടറിന്റെ. സോ ഇത്രയും പറയാനുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് അവരുടെ കോംബോ. നല്ലതായിട്ട് വർക്കായി. എനിക്ക് വർക്കായി. എല്ലാരും പോയി കാണണം. നല്ല മൂവിയാണ്. നല്ല ഫീലിങ്സ്, നല്ല കഥ, നല്ല പ്രണയം. ലാസ്റ്റ് വന്നപ്പോഴേക്ക് നല്ല സങ്കടമായി. ഏജിലുള്ള ഒരു പ്രണയം എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഉള്ളിൽ തട്ടിപ്പോയി സങ്കടമായി. ഭംഗിയുണ്ട്. രണ്ടുപേരെയും സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇന്ദ്രൻ സെറ്റിനെ നമ്മൾ ഇതുവരെ കാണാത്ത നല്ലൊരു സിനിമ. എല്ലാരും പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ പിടിച്ചിരിക്കുന്ന കുറച്ച് മാസ് ഫൈറ്റ് ഒക്കെ കാണുന്നത്. അതൊന്നും ഇല്ലാതെ ഇല്ല, ഇമോഷണൽ ആയിട്ടാണെങ്കിലും എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തുന്ന നല്ലൊരു സിനിമയാണ്. നന്നായിട്ടുണ്ട്. ഇന്ദ്രൻ സെറ്റിനെ നമ്മൾ ഇതുവരെ കാണാത്ത നല്ലൊരു ക്യാരക്ടറാണ്. ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന ആ പേരിലുണ്ടല്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് കാലത്തിന് ശേഷം മധുബാലയുടെ ഇന്ദ്രൻസിൻ്റെ ആ ഒരു അഭിനയം, അതായത് അഭിനയമല്ല ജീവിതം എന്ന് അറിയാം. ശരിക്കും സിനിമ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ സിനിമയായിട്ട് ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നില്ല പുറത്തോട്ട്. ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അവിടുന്ന് ആ ഫീലിങ്ങിൽ നമ്മൾ മാറുന്നില്ല എന്നുള്ളത്. ആ റിയാലിറ്റിയിൽ നമുക്ക് കരകയറാൻ പറ്റുന്നില്ല. അതങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചുള്ളതാണ്. ഒരു 2 ദിവസത്തെ യാത്രയാണ് ഈ സിനിമ. കഥ പറയാൻ പറ്റില്ല. എന്നാൽ എല്ലാവരും പറഞ്ഞു 30 വയസ്സിനുള്ള മുഴുവൻ ആളുകൾ ഈ സിനിമ കാണണം. കേരളത്തിലെ മുഴുവൻ മലയാളികളും കാണേണ്ട ഒരു സിനിമയാണ്. അസാധ്യം. കാരണം പ്രണയത്തിന് പ്രായമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാധനമാണിത്. അതെങ്ങനെ ഒരു തിരക്കഥ ഇല്ലെങ്കിൽ കഥയുടെ പേരിൽ ഇത്രയും വലിയൊരു അത് അഭിനയിക്കാൻ ഇന്ദ്രൻസിനെ പോലെ ഒരാളെ ചൂസ് ചെയ്യുക, മധുബാലനെ കണ്ടെത്തുക ചെറിയൊരു കാര്യമല്ല. ഒരുപാട് അഭിനേതാക്കളൊന്നുമില്ല. 2 പേരിൽ ഒതുങ്ങുന്ന ഒരു 2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കഥ. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാവരും സിനിമ കാണണം. അതെ 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 ഭയങ്കര ഹാറ്റ് ടച്ചാണ്. അത് പറഞ്ഞു ഇപ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ ആ ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് കണ്ണ് നിറയാതെ ഇറങ്ങിപ്പോരാൻ കഴിയില്ല എന്നുള്ളത്. വളരെ സന്തോഷം. നല്ലൊരു സിനിമ നമ്മുടെ അഭിജിത്തിൻ്റെ നിർമ്മാണത്തിൽ. താങ്ക് യു.